Hi, my name is C.A. Sher Shamsuddin, paper 4 Question Management Accounting faculty ആണ്. ഇപ്പോൾ CA ഇൻ്ററിൻ്റെ റിസൾട്ട് വന്നു. നിങ്ങളിൽ പലർക്കും CA ഇൻ്ററിൻ്റെ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ പാസ്സാകാൻ പറ്റിയിട്ടില്ല. വളരെ വിഷമകരമാണ്. ബട്ട് എന്താ പറയുക, CAയിലേക്ക് വന്നപ്പോഴും നിങ്ങൾക്കറിയാം, നെവർ ഗീവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് അടുത്ത അറ്റംപ്റ്റിലേക്ക്, അല്ലെങ്കിൽ സെപ്റ്റംബർ അറ്റംപ്റ്റിലേക്ക് എങ്ങനെയാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പേപ്പർ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ സബ്ജക്റ്റ് പഠിക്കേണ്ടത് എന്ന് കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് അടുത്ത അറ്റംപ്റ്റിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പേപ്പറിൽ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, കോൺസെപ്റ്റ് ബേസ്ഡ് ആണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എപ്പോഴും കോൺസെപ്റ്റുകൾ നല്ല തറവാണെങ്കിൽ മാത്രമേ നമുക്കത് പ്രാക്ടിക്കൽ വേയിൽ അല്ലെങ്കിൽ എക്സാമിന് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബ്ലംസ് നമ്മൾ റീഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഞാൻ കണ്ട കാര്യം എന്ന് വെച്ചാൽ, സ്റ്റുഡൻസിന് റീഡിങ് എബിലിറ്റി വളരെ കുറവാണ്. ഒരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് മനസ്സിലാക്കി എടുക്കുക, ആ മനസ്സിലാക്കി എടുക്കുന്നതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാണ് ആൻസർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ഞാൻ പറയും, നിങ്ങൾ റീഡിങ് എബിലിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം. കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഫാക്ടറാണ് റീഡിങ് എബിലിറ്റി. ഒരു ക്വസ്റ്റ്യൻ്റെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ആ റീഡ് ചെയ്യുന്ന ഓരോരോ പാരഗ്രാഫ് അല്ലെങ്കിൽ ഓരോരോ വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, റീഡ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കി വേണം കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പേപ്പർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ചാപ്റ്റർ വൈസ് പറയുകയാണെങ്കിൽ, നമ്മൾ ബേസിക് ചാപ്റ്റർ ഉണ്ട്. ബേസിക് ചാപ്റ്ററിൽ കുറേ അധികം കോൺസെപ്റ്റുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ആ കോൺസെപ്റ്റുകളിൽ നല്ല തറോ നോളജ് വേണം. ആ കോൺസെപ്റ്റുകൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ കോസ്റ്റ് ഷീറ്റ് പഠിക്കണം. കോസ്റ്റ് ഷീറ്റിൻ്റെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കുറേ കോസ്റ്റുകളുമായിട്ട് നിങ്ങൾ എന്താവും, റിലേറ്റ് ആവും, അല്ലെങ്കിൽ കോസ്റ്റുകൾ കണ്ടാൽ നിങ്ങൾക്ക് ഉള്ളൊരു ഫിയർ നിങ്ങൾക്ക് മാറിക്കിട്ടും. ഈ കോസ്റ്റ് ഷീറ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നിങ്ങൾ ചാപ്റ്റർ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ഈ 3 ചാപ്റ്റേഴ്സുമാണ് കോർ ചാപ്റ്റേഴ്സ്. അപ്പോൾ ഒരു കോസ്റ്റിംഗ് പഠിക്കുന്ന ഒരാൾക്ക് ഈ 3 ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമാണ് ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും വരുന്നത്. അതിപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആയിക്കോട്ടെ, പ്രോസസ് കോസ്റ്റിംഗ് ആയിക്കോട്ടെ, എല്ലാ ചാപ്റ്ററിലേക്കും, അല്ലെങ്കിൽ ജോബ് കോസ്റ്റിംഗ് ആയിക്കോട്ടെ, എല്ലാ ചാപ്റ്ററിലേക്കും വരുന്നത് നമ്മൾ ഈ ആദ്യം പഠിക്കുന്ന 3 ചാപ്റ്റേഴ്സ് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡിൻ്റെ ആപ്ലിക്കേഷനാണ്. ചാപ്റ്റർ മെറ്റീരിയൽ ആകട്ടെ, ചാപ്റ്റർ മെറ്റീരിയലിൽ ഓരോ കൺട്രോളിങ് ടെക്നിക്സ് പറയുന്നുണ്ട്. ആ കൺട്രോളിങ് ടെക്നിക്സ് പഠിക്കണം. ലേബറിന് അവരുടെ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഓരോരോ സ്കീംസ് പറയുന്നുണ്ട്. ആ സ്കീംസ് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ആ ചാപ്റ്റേഴ്സിനകത്ത് കുറേ അധികം കോൺസെപ്റ്റുകൾ ഇന്നർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു ചാപ്റ്ററിൽ തന്നെ പല 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 കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ കോൺസെപ്റ്റുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാവൂ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ചാപ്റ്റേഴ്സിലേക്ക് പോവുക. ആപ്ലിക്കേഷൻ ചാപ്റ്റേഴ്സ് ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, ഈ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ഒരു ലാസ്റ്റ് ഒരു ഏരിയ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് കൺട്രോളിങ് ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള മാർജിനൽ കോസ്റ്റിംഗ്, ബഡ്ജറ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഈ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററും നിങ്ങളൊരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ ചാപ്റ്ററും നന്നായിട്ട് പഠിക്കുക. ഏറ്റവും സ്റ്റുഡൻസിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ചില ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്ത് പഠിക്കലാണ്. അല്ല, ഈ 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററിൽ നിന്നും അവർക്ക് എക്സാമിന് അവർക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം എല്ലാ ചാപ്റ്ററും. പിന്നെ മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഒരു അറൗണ്ട് 500 to 600 പ്രോബ്ലംസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതിനുവേണ്ട റിസോഴ്സുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ RTP, MTP പോലുള്ള റിസോഴ്സുകളുണ്ട്. പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഏറ്റവും പാസ്റ്റായിട്ടുള്ള ഇയർ, ഒരു 2003 മുതലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് വന്നു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ കോസ്റ്റിങ്ങിന് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. ഇനി അടുത്ത് പറയാൻ പോകുന്ന ഒരു കീ ഫാക്ടറാണ്, നിങ്ങൾ കേൾക്കുക. കോസ്റ്റിങ്ങിന് മാത്രമല്ല, എല്ലാ ചാപ്റ്ററിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കീ ഫാക്ടറാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു 100 മാർക്കിന് അല്ലെങ്കിൽ 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമ്മുടെ ക്വസ്റ്റ്യൻ 116 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിൻ്റെ ഒരു 60% ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുതിയ ക്വസ്റ്റ്യൻ നമുക്ക് തരുമ്പോൾ, നമ്മൾ എക്സാമിന് തരുമ്പോൾ, ആ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 60% മാർക്കും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് 2003 മുതലുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 60% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ആ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 60% നിങ്ങൾ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളൊരു 30%
നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 1-2 അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടെ കയറ്റിയെടുത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബാക്കിയുള്ള 10% നിങ്ങൾക്ക് ഫൈനൽ ലെവലിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒക്കെ കയറ്റിയിട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, 100 മാർക്സ് എടുത്താൽ അതിൻ്റെ 60% മാർക്ക് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ബാക്കിയുള്ള 20% അല്ലെങ്കിൽ 30% ഏരിയാസിൽ വരുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യും, നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അതിനകത്ത് കുറച്ചും കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ബാക്കിയുള്ള 10% എക്സ്പെർട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ പറയും. എക്സ്പെർട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് ചിലപ്പോൾ എക്സ്പെർട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പാനിക്കാവും. എക്സ്പെർട്ട് ലെവൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ആ 30% ലെവലിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടുമ്പോൾ നിങ്ങൾ പാനിക്കാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങൾ എന്താ പറയുക, ഫുള്ളി നിങ്ങൾ ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ 60% ഏരിയയിൽ നിങ്ങൾക്കൊരു 50 അല്ലെങ്കിൽ അതിൻ്റെ ഒരു 80% മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ തന്നെ 48 മാർക്ക് കിട്ടും. അപ്പോൾ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 60%, 60% റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ അതിൻ്റെ 80%, അപ്പോൾ 48 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള അടുത്ത 30%-നകത്ത് നിങ്ങളൊരു 50%-ഓ 40%-ഓ നിങ്ങൾക്ക് കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കൊരു 40% ആകുമ്പോൾ തന്നെ 30 മാർക്കിൻ്റെ 40%, ഒരു 12 മാർക്ക് കിട്ടും. അപ്പോൾ തന്നെ 60 മാർക്കായി. ഇനി ബാക്കിയുള്ള 10%-നകത്ത് നിങ്ങളൊരു അതിൻ്റെ ഒരു 20% എടുത്താൽ മതി, 2 മാർക്ക് എടുത്താൽ മതി. അപ്പോൾ തന്നെ 62 മാർക്കായി. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ ചാപ്റ്ററും നന്നായിട്ട് പഠിക്കുക. കോസ്റ്റ് അക്കൗണ്ടിങ് വരുന്ന, അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് പഠിച്ച്, പിന്നെ നിങ്ങൾ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ അടുത്തൊരു കീ ഫാക്ടർ എന്ന് വെച്ചാൽ റിവിഷനാണ്. നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. എങ്ങനെ റിവൈസ് ചെയ്യണമെന്ന് കൂടെ പറയാം. ഇപ്പോൾ ഞാനിപ്പോൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് 3 ബണ്ടിലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ബേസിക്സ്, കോസ്റ്റ് ഷീറ്റ്, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് ഒരു ബണ്ടിലാക്കും. അത് കഴിഞ്ഞ് വരുന്ന ഈ ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എല്ലാം ഒരു ബണ്ടിലാക്കും. അത് കഴിഞ്ഞ് വരുന്ന മാർജിനൽ കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റ്, ABC, കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം, ഇതെല്ലാം ഒരു ബണ്ടിലാക്കും. ഈ ബണ്ടിലാക്കി കഴിഞ്ഞാൽ ഓരോ ബണ്ടിലും നിങ്ങൾ ഓരോ ചാപ്റ്റർ എടുക്കുക, ഓരോ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന ചാപ്റ്റർ മെറ്റീരിയലിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കിയിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് റിവൈസ് ചെയ്യുക. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കിയിട്ട് തേർഡ് എടുക്കുക, പിന്നെ ഫോർത്ത് എടുക്കുക. ഫോർത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ 1ഉം 2ഉം 3ഉം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ 20ാമത്തെ ക്വസ്റ്റ്യൻ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എഗൈൻ നിങ്ങൾ ഒന്ന് പോയിട്ട് 1 to 19 ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആക്കുക. ആ രീതിയിലുള്ള റിവിഷൻ പാറ്റേൺ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആയി, മെറ്റീരിയൽ കംപ്ലീറ്റ് ആയി, ലേബറിലേക്ക് പോയി. ലേബറിൽ ഇതുപോലെ 25 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കുക, സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കിയിട്ട് പോയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് റിവൈസ് ചെയ്യുക, തേർഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കിയിട്ട് പോയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും നിങ്ങൾ പോയൊന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെ 25th ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എഗെയിൻ പോയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ 24th ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് വേണ്ട ഒരു ടൈമിംഗ് വളരെ സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ ആദ്യം ചെയ്തു വരുമ്പോൾ ഉള്ളൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പിന്നെ ചെയ്തു വരുമ്പോൾ ഇത് എളുപ്പമായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ തന്നെ, ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 1 തന്നെ നിങ്ങൾ ഒരു നമ്പർ ഓഫ് ടൈംസ് നിങ്ങൾ എന്ത് ചെയ്യും, റിവിഷൻ കംപ്ലീറ്റ് ആക്കും. അതുകൊണ്ട് തന്നെ എക്സാമിന് നമുക്ക് എളുപ്പമാവും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മെറ്റീരിയൽ കംപ്ലീറ്റ് ആക്കി ലേബറിലേക്ക് വരും. ലേബർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഓവർഹെഡിലോട്ട് പോരുത്. നിങ്ങൾ നേരെ വീണ്ടും മെറ്റീരിയലിൽ പോയിട്ട് മെറ്റീരിയലിൻ്റെ ചാപ്റ്റർ എന്ത് ചെയ്യുക, എഗെയിൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ബണ്ടിൽ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അടുത്ത ബണ്ടിലേക്ക് പോവുക. അടുത്ത ബണ്ടിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫ്രണ്ടിലേക്ക് പോകരുത്. നിങ്ങൾ ബാക്കിലേക്ക് വന്നിട്ട് ഫസ്റ്റ് ബണ്ടിൽ വീണ്ടും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഈ രീതിയിൽ റിവിഷൻ കൊണ്ടുപോയാൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലും മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾ റിവിഷൻ അൺലിമിറ്റഡ് റിവിഷൻ ആവും. നമ്പർ ഓഫ് ടൈംസ് റിവിഷൻ കിട്ടും. ആ കണ്ടീഷനിൽ നിങ്ങൾ പാസ്സാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. മക്കളെ, CA കഷ്ടപ്പെടുന്നവർക്കുള്ളതാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ്. ഭയങ്കര ബുദ്ധിയുള്ളവർക്കോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ട്രാക്ക് ഉള്ളവർക്കോ ഒന്നുമുള്ള, അല്ലെങ്കിൽ അവർക്കും ഓക്കെയാണ്, ബട്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമുള്ള കോഴ്സല്ല ചാർട്ടേഡ് അക്കൗണ്ടൻസി. ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നോ ഹാർഡ് വർക്ക് കൊടുക്കുന്നവർക്കുള്ള കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. അതുകൊണ്ട് ഈ സമയത്ത് കിട്ടിയില്ല, ഈ സമയവും കടന്നു പോകും, അടുത്ത സമയം എത്തും, നിങ്ങളുടെ സമയം വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫെയിലായി പോയാലും ഇഷ്യൂ ഇല്ല, ബട്ട് ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരിക്കലും ഫെയിലാകരുത്. ഇനി ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫെയിലായി, വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുക, വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുക. അൾട്ടിമേറ്റ്ലി നിങ്ങൾ അല്ലെങ്കിൽ അറ്റ് ലാസ്റ്റ് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി, ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അപ്പോൾ നിങ്ങളുടെ നെയിമിൻ്റെ മുന്നിൽ വെക്കുന്ന 2 വേർഡ് CA, അതിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന കുറേയധികം സ്ട്രഗിളുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആകട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞു പോട്ടെ. ഇപ്പോൾ ഫെയിൽ ആയത് പോട്ടെ, ആ ഫെയിൽ ഓക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആൻസർ പേപ്പറൊക്കെ എടുത്ത് അതെല്ലാം നോക്കി സമയം കളഞ്ഞു ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഫെയിലായി, അക്സെപ്റ്റ് ചെയ്യുക, ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക.
എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് പഠിക്കുക, ബോത്ത് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇന്റർ പാസ്സാകുക, പെട്ടെന്ന് തന്നെ ഫൈനൽ പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്താം.